തദ്വയം അവിഭാവയന്തഃ നൗസ്ഥാ തരുശ്ചലനമിവ നൗസ്ഥാസ്തരുചലനമിവ ജ്യോതിശ്ചക്രം ഭ്രമത് പശ്യാമ ഇതി. ജ്യോതിശ്ചക്രം അല്ലെങ്കിൽ നക്ഷത്ര സമൂഹം കറങ്ങുന്നത് പോലെ തോന്നുന്നത് വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് തീരത്തുള്ള വൃക്ഷങ്ങൾ ചലിക്കുന്നത് പോലെ തോന്നുന്നത് എങ്ങനെയോ അതുപോലെയാണ്. വഞ്ചിയാണ് വെള്ളത്തിലൂടെ നീങ്ങുന്നത്, പക്ഷേ കരയിലുള്ള മരങ്ങൾ ചലിക്കുന്നതായി തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കിയിരുന്നാൽ മരങ്ങളും വീടുകളുമൊക്കെ പുറകിലേക്ക് അതിവേഗം പായുന്നതായി തോന്നും. വാസ്തവത്തിൽ നമ്മൾ മുമ്പോട്ടാണ് പോകുന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചലിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവ അതിവേഗത്തിൽ പുറകിലേക്ക് പായുന്നത് പോലെ തോന്നുന്നു. ഇതാണ് ഭ്രമമെന്ന് പറയുന്നത്. ചലനം ആപേക്ഷികമാണ്. നമ്മൾ മുമ്പോട്ട് പോയാൽ അവ പുറകിലേക്ക് പോകുന്നത് പോലെ തോന്നും. നമ്മൾ പുറകിലേക്ക് പോയാൽ അവ മുമ്പോട്ട് പോകുന്നത് പോലെ തോന്നും. എതിർദിശയിൽ നിശ്ചല വസ്തുക്കൾ, മരങ്ങൾ, വീടുകൾ, കെട്ടിടങ്ങൾ മുതലായവ ചലിക്കുന്നത് പോലെ തോന്നും. ഇനി നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു ട്രാക്കിൽ നിശ്ചലമായി സ്ഥിതി ചെയ്യുകയാണ്. നമ്മുടെ ട്രാക്കിൻ്റെ തൊട്ടടുത്ത ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പതുക്കെ നീങ്ങുകയാണ്. ഈ നിശ്ചലമായ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ആ ട്രെയിനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. നമ്മുടെ ട്രെയിൻ ചലിക്കുന്നു എന്നാണ് തോന്നുന്നത്. വാസ്തവത്തിൽ നമ്മൾ നിശ്ചലരായിരിക്കുകയാണ്, ആ ട്രെയിനാണ് പോകുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ ചലിക്കുന്നത് അത് നിശ്ചലമെന്ന പോലെയും നിശ്ചലമായിരിക്കുന്നത് ചലിക്കുന്നത് പോലെയും തോന്നുന്നു. ഇത് തന്നെയാണ് ഭ്രമം. വാസ്തവത്തിൽ എന്താണ് ചലിക്കുന്നത് അതിനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അത് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ എതിർദിശയിലേക്ക് നോക്കണം. പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയാൽ നമ്മുടെ ട്രെയിൻ നിശ്ചലമാണ്. കാരണം പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെ ഇരിക്കുന്നു, അവിടെ ആളുകൾ നിൽക്കുന്നു, കടകളൊക്കെ ഉണ്ട്, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചലിക്കുന്നത് പോലെ തോന്നും. ഇനി രണ്ട് പാരലൽ ട്രാക്കിലൂടെ രണ്ട് ട്രെയിനുകൾ ഒരേ വേഗതയിൽ സഞ്ചരിച്ചാൽ ഓരോ ട്രെയിനിലുള്ളവർക്കും മറ്റേ ട്രെയിൻ നിശ്ചലമായിരിക്കുന്നത് പോലെ തോന്നും. രണ്ടുപേരും 100 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ചലനത്തെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതായത് രണ്ട് ട്രെയിൻ യാത്ര ചെയ്യാണ്. നമ്മൾ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. മറ്റേ ട്രെയിനിൽ വിൻഡോ സീറ്റിൽ ഒരാളിരിക്കുന്നു. ഈ രണ്ട് ട്രെയിനും ഒരേ ദിശയിൽ അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നാലും എൻ്റെ സീറ്റിൻ്റെ നേരെ എതിരെ ഇരിക്കുന്നവൻ എപ്പോഴും എൻ്റെ നേരെ തന്നെ ആയിരിക്കും. അപ്പോൾ അയാൾ ചലിക്കുന്നില്ല. അയാൾക്കും നമ്മൾ ചലിക്കാത്തത് പോലെയായിരിക്കും അനുഭവിക്കാൻ കഴിയുക. ഇപ്പോൾ രണ്ട് ട്രെയിനിലുള്ളവർ രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാലാണ്, കാരണം നമ്മുടെ എതിരെയുള്ള അവിടെ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ആ ട്രെയിൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കും. ഒരേ ദിശയിൽ സമവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ട്രെയിനുകളിൽ ഇരിക്കുന്ന വ്യക്തികൾ മറ്റേ ട്രെയിനിൽ ഉള്ള വ്യക്തികൾ നിശ്ചലരായിരിക്കുന്നത് പോലെ തോന്നും. അതായത് ഒരു ട്രെയിനിലുള്ളവർക്ക് മറ്റേ ട്രെയിൻ നിശ്ചലമാണ് എന്ന് തോന്നും. വാസ്തവത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മൾ നിശ്ചലം എന്ന പോലെയാണ് അനുഭവിക്കുന്നത്. ചലിക്കാതെ ചലിക്കുന്നു എന്ന് തോന്നും. നമ്മൾ ചലിക്കുമ്പോൾ മറ്റേത് നിശ്ചലമാണെന്ന് തോന്നും. അല്ല, നമ്മൾ ചലിക്കുമ്പോൾ നമ്മൾ നിശ്ചലമാണെന്ന് തോന്നും, മറ്റേതാണ് ചലിക്കുന്നത് എന്ന് തോന്നും. ചുരുക്കം ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഈ ചലനം ഭ്രമമാണ്. നിശ്ചലതയിൽ നിന്നാൽ മാത്രമേ സത്യം എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഭൂമി തന്നെയാണ് തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത്. തദ്വയം അവിഭാവയന്തഃ നൗസ്ഥാഹ തരുചലനമിവ. അല്ല, തദ്വയം അവിഭാവയന്തഃ. ഇത് രണ്ടുമല്ല, ഈ ചലനം എന്ന് തന്നെ ഒന്നില്ല, അത് സാപേക്ഷമാണ്. വഞ്ചിയിലിരിക്കുന്ന ഒരാൾ തീരത്തിലുള്ള വൃക്ഷങ്ങൾ ചലിക്കുന്നത് പോലെ എങ്ങനെ കാണുന്നുവോ അതുപോലെ. ജ്യോതിശ്ചക്രം ഭ്രമത് പശ്യാമ ഇതി. ജ്യോതിശ്ചക്രമാണ് കറങ്ങുന്നത്, നക്ഷത്ര സമൂഹമാണ് കറങ്ങുന്നത്.
എന്ന് നമുക്ക് തോന്നുന്നു. അപരേതു ഭൂമിരേവ സർവതോ അധസ്തസ്യ അപരേതു ഭൂമിരേവ സർവതഃ അധഃ. മറ്റു ചിലർ പറയുന്നത് ഭൂമി മാത്രം എപ്പോഴും താഴേക്ക് ചലിക്കുന്നു. പരിതഃ സ്ഥിതാനാം ജനാനാം ദൃഷ്ട്യാ തസ്യാഹ പരിതഃ സ്ഥിതാനാം ജനാനാം ദൃഷ്ട്യാ തത്തച്ഛിരോദേശോപലക്ഷിതാഃ സർവാ ഏവ ഊർധ്വദിശഃ. ഭൂമിയാണ് സർവതോ അധഃ. ഭൂമി എപ്പോഴും താഴെയാണല്ലോ. നമുക്ക് ഭൂമിയെ കാണണമെങ്കിൽ താഴോട്ട് നോക്കണം. ഭൂമി എപ്പോഴും നമ്മുടെ കാൽ ചുവട്ടിലാണ്. ഭൂമി എപ്പോഴും താഴെ ആയതുകൊണ്ട് മറ്റുള്ളവയെല്ലാം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്ന കൂട്ടരുമുണ്ട്. ഭൂമി മാത്രം താഴെ, മറ്റുള്ളവയെല്ലാം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവ മുകളിലേക്ക് പോയി അപ്രത്യക്ഷമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതൊക്കെ വളരെ വലുതായ പദാർത്ഥങ്ങളായതുകൊണ്ട്, അതായത് അതിൻ്റെ ആകൃതി അല്ലെങ്കിൽ വ്യാപ്തി കൂടുതലായതുകൊണ്ട് അവ മുകളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. ഭൂമി എപ്പോഴും താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമി അല്ലാത്ത മറ്റുള്ളതെല്ലാം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലുള്ള വസ്തുക്കളല്ല, വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും എല്ലാം ഭൂമിയുടെ തന്നെ ഭാഗങ്ങളാണ്. ആ ഭൂമി മൊത്തമായി താഴെ പോകുന്നു, മറ്റുള്ളവയെല്ലാം മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു വീക്ഷണവും ഉണ്ട്. പരിതസ്ഥിതാനാം ജനാനാം ദൃഷ്ട്യാ തത്തച്ഛിരോദേശ ഉപലക്ഷിതാഃ സർവാഃ ഏവ ഊർധ്വദിശഃ. മറ്റുള്ളതെല്ലാം മുകളിലാണ്, നമ്മുടെ ഭൂമി മാത്രമാണ് താഴെ പോകുന്നത്. തത്ര ഗുരുത്വാത് അസ്യാം അധോദിശി പൃഥിവ്യാഃ പതനം സംഭാവ്യേത. ഭൂമിക്ക് ഭാരമുള്ളത് കൊണ്ട് ഭൂമി എപ്പോഴും താഴോട്ട് പോയേ പറ്റൂ. സൈവ നിർദ്ധാരിത രൂപ നാസ്തീതി വിനിഗമന അവിരഹാത് ക്വാപി ന പതതീതി സ്വസ്ഥാനേ സ്ഥിരൈവാസ്ഥേ ഇതി. ഇനി ഭൂമി താഴോട്ട് പോകുന്നു എന്നുള്ളത് വെറും സങ്കല്പമാണ്. അങ്ങനെ നമുക്ക് അനുഭവമില്ലാത്തത് കൊണ്ട് അത് വെറും നമ്മുടെ ഒരു നിഗമനമോ ഊഹമോ മാത്രമാണ്. അനുഭവത്തിൽ അങ്ങനെ ഭൂമി താഴോട്ട് പോകുന്നതായിട്ട് കാണപ്പെടാത്തത് കൊണ്ട് ഭൂമി പതിക്കുന്നില്ല, അത് സ്വസ്ഥാനത്തിൽ ഇളകാതെ നിൽക്കുന്നു എന്ന് വാദിക്കുന്നവരും ഉണ്ട്. തേഷാം വാദിനാം സ്വസ്വബുദ്ധ്യവച്ഛിന്ന ചിത്സത്തയാ സർവം സത്യം സ്വതസ്തു നകിഞ്ചിതപി സത്യമിതി ഭാവഃ. വസിഷ്ഠ മഹർഷിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകളെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാവിന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വാദികളും ദാർശനികന്മാരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരവരുടെ ഉള്ളിലെ ചിത്ത എങ്ങനെ തീരുമാനിക്കുന്നുവോ അതിനെയെല്ലാം സത്യം എന്ന് കരുതുന്നു. വാസ്തവത്തിൽ ഇവരുടെ ദർശനങ്ങളൊന്നും തന്നെ സത്യമല്ല. ഈ ഭൂമി മുകളിലും പോകുന്നില്ല, വശങ്ങളിലേക്കും പോകുന്നില്ല, താഴെയും പോകുന്നില്ല. ഇങ്ങനെ ഭൂമി എന്നൊന്നും തന്നെ ഇല്ല. ഇത് ഭ്രമമാണ്. ഇതാണ് വേദാന്ത ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊന്നും സത്യമല്ല. മറ്റുള്ളവരൊക്കെ ഭ്രമിച്ച ബുദ്ധികളോട് കൂടിയവരാണ്. അവരവരുടെ ബുദ്ധി എന്തെന്തോ തീരുമാനിക്കുന്നു, അതിനെ അവരുടെ ഉള്ളിലുള്ള ചിത്ത് പ്രകാശിപ്പിക്കുന്നു. അവർക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നു. അവർ അവരുടെ സിദ്ധാന്തത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നു. വാസ്തവം എന്താണെന്ന് ചോദിച്ചാൽ നകിഞ്ചിതപി സത്യമിതി ഭാവഃ. ഒന്നും തന്നെ സത്യമല്ല. തഥാ തത്തത് ഭാനാനുസാരേണ വിരുദ്ധനാനാത്മികൈവ ഭവേത്. അതുപോലെ ഓരോ വ്യക്തികളുടെയും സങ്കല്പത്തിനനുസരിച്ച് പലതരം സ്വഭാവങ്ങളോട് കൂടിയതായി ഈ ലോകം, ഭൂമി, പ്രപഞ്ചം അവരവർക്ക് അനുഭവപ്പെടുന്നു. ഒക്കെ ചിത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച്. ചിത്ത് തീരുമാനിക്കുന്നില്ല, ചിത്ത് വ്യാപിച്ചിരിക്കുന്ന ബുദ്ധി തീരുമാനിക്കുന്നു. ആ ബുദ്ധിയിൽ അജ്ഞത കലർന്നതായതുകൊണ്ട് ഇവരുടെ സിദ്ധാന്തം ഒന്നും ശരിയല്ല. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം ഭ്രമമാണ് എന്നാണ് വേദാന്തിക്ക് പറയാനുള്ളത്. 8ാമത്തെ ശ്ലോകത്തിൻ്റെ
വ്യാഖ്യാനം അവിടെ തീർന്നു. ഇനി 9ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. സ്തബ്ധഭാതാസ്ഥിതാ സ്തബ്ധാ സാലോകാതു പ്രകാശിനി നിരാലോക നിരാലോക ലോകാനാമാത്മനി സ്ഥിത. സ്തബ്ധഭാതാസ്ഥിത, സ്തബ്ധ നിശ്ചലമാണ് എന്ന് ഒന്നിനെ ഒരാളുടെ ബുദ്ധി തീരുമാനിച്ചാൽ ആ വ്യക്തിക്ക് അത് നിശ്ചലമായി കാണപ്പെടും. വ്യക്തികളുടെ തീരുമാനത്തിനനുസരിച്ചാണ് ലോക അനുഭവം. സാലോകാതു പ്രകാശിനി, ഒരു സ്ഥലത്ത് പ്രകാശമുണ്ട്, പ്രകാശം നിറഞ്ഞ പ്രദേശമാണിത് എന്ന് ഒരാൾ സങ്കല്പിച്ചാൽ, വിചാരിച്ചാൽ അയാൾക്ക് അവിടെ പ്രകാശം ഉള്ളതുപോലെ തോന്നും. നമുക്ക് അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ നല്ല പ്രകാശമുണ്ട്, മണി 11 പുറത്തിറങ്ങിയ നല്ല പ്രകാശം, നമുക്ക് വസ്തുക്കളെ കാണാം. ഇത് എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നാണല്ലോ. പിന്നെ ഈ ഓരോരുത്തരുടെയും സങ്കല്പത്തിനനുസരിച്ച് പ്രകാശവും ഇരുട്ടും അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, മൂങ്ങകൾക്ക് ഈ പകൽ സമയം ഇരുട്ടാണ്. രാത്രിയിൽ ഇര തേടുന്ന ധാരാളം ജീവികളുണ്ട്. അവയൊന്നും പകല് പുറത്തിറങ്ങാറില്ല. അവർക്ക് പകലിൽ കണ്ണ് കാണില്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നത്. അപ്പോൾ അതാത് ജീവിയുടെ ശരീരഘടന, അതാത് ജീവിയുടെ മനസ്സ്, ഇതൊക്കെയാണ് പ്രപഞ്ചാനുഭവത്തിൻ്റെ പുറകിൽ. മനുഷ്യർക്ക് മാത്രം എന്തുകൊണ്ട് ഈ പകൽ പകലായും രാത്രി രാത്രിയായും അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ ശരീരത്തിൽ ഭേദങ്ങളുണ്ടെങ്കിലും എല്ലാവരുടെയും ഉള്ളിലുള്ളത് മനുഷ്യ മനസ്സും മനുഷ്യ ഇന്ദ്രിയങ്ങളുമാണ്. ആ ഇന്ദ്രിയങ്ങളും മനസ്സും ഒരേ സ്വഭാവത്തോടു കൂടിയവയായതുകൊണ്ട് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അനുഭവം. അന്ധന് എന്തുകൊണ്ട് പ്രകാശത്തെ കാണാൻ കഴിയുന്നില്ല? അയാൾക്ക് കാഴ്ചശക്തിയില്ല, അയാൾക്ക് എപ്പോഴും ഇരുട്ടാണ്, അയാൾക്ക് രാത്രി പകൽ എന്നുള്ള വ്യത്യാസമില്ല. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നുണ്ടാക്കുന്ന ഈ അനുഭവത്തിന് വലിയ പ്രാധാന്യം നൽകണ്ട എന്നാണ്. സ്തബ്ധമാണ്, നിശ്ചലമാണ് എന്ന ഒന്നിനെ നാം തീരുമാനിച്ചാൽ അത് നിശ്ചലമായി അനുഭവപ്പെടും. അതുപോലെ പ്രകാശം നിറഞ്ഞ ഒന്നാണ് എന്ന് കരുതിയാൽ അത് പ്രകാശമുള്ളതുപോലെ കാണപ്പെടും. നിരാലോക നിരാലോക ലോകാനാം ആത്മനിസ്ഥിത. നിരാലോകം എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ട് നിറഞ്ഞതാണ് ഈ സ്ഥലം എന്ന് തീരുമാനിച്ചാൽ അത് ഇരുട്ട് നിറഞ്ഞതായി അനുഭവപ്പെടും. ചിത്തിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് അനുഭവം എന്നർത്ഥം. സ്തബ്ധ നിശ്ചലേതി ഭാത സ്തബ്ധൈവ. സ്തബ്ധം നിശ്ചലമാണ് എന്ന് ഒന്നിനെ തീരുമാനിച്ചാൽ അത് നിശ്ചലമായി തന്നെ അനുഭവപ്പെടുന്നു. ദിവാരാത്രം യേ പ്രാണിനഃ അപ്രതിഹത ചക്ഷുഷഃ തദ്ദൃഷ്ട്യാ സദൈവ സാലോക പ്രകാശവതി. പകലും രാത്രിയും കണ്ണ് കാണാൻ കഴിവുള്ള ജീവികളുണ്ട്. ഉദാഹരണത്തിന് പുലി, പൂച്ച, ഈ മാർജാര വംശത്തിലുള്ള ജീവികൾക്ക് രാത്രിയും പകലിലും കണ്ണ് കാണാൻ പറ്റും. അവയ്ക്ക് എപ്പോഴും പ്രകാശം മാത്രമാണ്, അവർക്ക് ഇരുട്ട് എന്നുള്ള അനുഭവമേ ഇല്ല. പൂച്ചയൊക്കെ കൂരിരുട്ടിലും സുന്ദരമായിട്ട് നടന്നു പോകും. ആ ഇരുട്ടിൽ ഓടി നടക്കുന്ന എലികളെയൊക്കെ സുഖമായിട്ട് ചെന്ന് പിടിക്കും. അപ്പോൾ ചില ജീവികൾക്ക് ഇരുട്ടിൻ്റെ അനുഭവം തന്നെ ഇല്ല. മൂങ്ങയെ പോലെയുള്ള ചില ജീവികൾക്ക് പകല് ഇരുട്ടും രാത്രി വെളിച്ചവുമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്. ഈശ്വരൻ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെയാണ് അവയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് അനുഭവം. പകലും രാത്രിയും ചില പ്രാണികൾ അപ്രതിഹത ചക്ഷുഷ, അവരുടെ കാഴ്ച മങ്ങുന്നേയില്ല, എപ്പോഴും അവയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇരുട്ടിനെ അറിയാൻ സാധ്യമല്ല, ഇരുട്ടിനെ അനുഭവിക്കാനുള്ള കഴിവ് ചില ജീവികൾക്കില്ല. എപ്പോഴും അവയ്ക്ക് പ്രകാശം മാത്രമാണ് അനുഭവപ്പെടുക. ഏവം നിരാലോകലോകാനാം ജാത്യന്ധാനാം ദൃശ സദൈവ നിരാലോക. ജന്മന അന്ധരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് എപ്പോഴും ഇരുട്ടാണ്. വെളിച്ചം എന്ന ഒന്നിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. ജന്മന
ബധിരനായ ഒരാൾക്ക് ചെവി കേൾക്കാൻ വയ്യ, അയാൾക്ക് ശബ്ദം എന്ന ഒന്നിനെക്കുറിച്ച് അറിയാനേ സാധ്യമല്ല. അയാൾ എപ്പോഴും പൂർണ്ണ നിശബ്ദതയിലായിരിക്കും കഴിയുക. ശബ്ദം എന്നൊരനുഭവം തന്നെ അയാൾക്കില്ല. അപ്പോൾ കാഴ്ചശക്തി ഇല്ലാത്ത ജന്മനാ അന്ധരായിട്ടുള്ളവർക്ക് എപ്പോഴും ഇരുട്ട് മാത്രമാണ് അനുഭവപ്പെടുക. ആത്മനി ബുദ്ധി അവച്ഛിന്ന ചിതി. ബുദ്ധിയാണ് അനന്തമായ ആത്മതത്വത്തെ പരിമിതമെന്ന പോലെ ആക്കി തീർക്കുന്നത്. ആ ബുദ്ധിയാകുന്ന ഉപാധി ആത്മാവിനെ പരിമിതമാക്കുമ്പോൾ, ലിമിറ്റഡ് ആക്കി തീർക്കുമ്പോൾ, ആ ചിത്ത് ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ തുടങ്ങും. ഈ ചിത്തിനെ പ്രകാശിപ്പിക്കുക എന്നുള്ള ഒരു ജോലിയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ പരിമിതമായ ബുദ്ധി, പരിമിതമായ അറിവ്, അതിനനുസരിച്ചുള്ള അനുഭവം, അതൊന്നും വാസ്തവമല്ല എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ചിദ്ഭാനൈകാനുസാരേണ താരാചക്രം തഥാമഹി അസദേവ സദൈവേദം ഭാതീതമവിഖണ്ഡിതം. ചിത്ത് പ്രകാശിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചിത്ത് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് താരാചക്രം നക്ഷത്ര സമൂഹവും അതുപോലെ മഹി ഭൂമിയും ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. പക്ഷേ വാസ്തവത്തിൽ ഇതൊന്നും ഇവിടെയില്ല. അസദേവ സദാ ഏവ ഇദം. എപ്പോഴും ഈ ലോകം, അത് ഭൂമിയോ നക്ഷത്രങ്ങളോ മറ്റെന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഇല്ലാത്തതാണ്. വെറുതെ സങ്കല്പം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നവയാണ്. എല്ലാം വ്യക്തമായി പ്രകാശിക്കുന്നു, നമുക്ക് നല്ലപോലെ അനുഭവിക്കാൻ കഴിയുന്നു. പക്ഷേ ഇതൊക്കെ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, അസത്താണ്. ഏവം സദസദ്വാദിനാം ചിദ്ഭാനാനുസാരേണ തഥാപി താരാചക്രം മഹീച തഥൈവ ഭവതീത്യാഹ. ഒന്നിനെ ഉണ്ടെന്ന് തീരുമാനിക്കുന്നവർക്ക് അവരുടെ തീരുമാനത്തിനനുസരിച്ച് അത് ഉള്ളതുപോലെ പ്രകാശിക്കുന്നു. ഒന്നിനെ ഇല്ലാന്ന് തീരുമാനിക്കുന്നവർക്ക് അത് ഇല്ലാത്തതുപോലെ ആയിത്തീരുന്നു. ദൈവത്തെ ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. അവർക്ക് അവരുടെ സങ്കല്പത്തിൽ, അവരുടെ ഭാവനയിൽ ദൈവമുണ്ട്. ഈ ഉണ്ടെന്ന് പറയുന്നവരും ഇല്ലയെന്ന് പറയുന്നവരും ദൈവത്തെ കാണാത്തവരാണ്. ഇതറിയാമോ നിങ്ങൾക്ക്? ദൈവത്തെ കാണാത്തവർ, അവരുടെ വിശ്വാസമാണ് അവർക്ക് പ്രമാണം. ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം ശിവനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്, അല്ലെങ്കിൽ ദേവിയാണ്, അല്ലെങ്കിൽ അയ്യപ്പനാണ്, മുരുകനാണ്. ഇതൊക്കെ ഓരോ രൂപങ്ങളാണ്. ആ രൂപങ്ങളെ അതാണ് ദൈവം, അതുണ്ട് എന്ന് തീരുമാനിക്കുന്നവർക്ക് ആ ദേവൻ ആരാധ്യനായിത്തീരുന്നു. നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല. നാസ്തികൻ പറയുന്നു ഈ ദൈവം എന്നുള്ള ഒരു സങ്കല്പം തന്നെ തെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്ര പേര് അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. ഏത് അമ്പലത്തിൽ ചെന്നാലും തിരക്കാണ്. ഗുരുവായൂർ ചെന്നാലും, ശബരിമല ചെന്നാലും, തിരുപ്പതിയിൽ ചെന്നാലും, ഏത് അമ്പലങ്ങളിലും തിരക്കാണ്. ഈ അമ്പലത്തിൽ വരുന്ന, അല്ലെങ്കിൽ വന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇതാണ് നരേന്ദ്രൻ ചോദിച്ച് നടന്നത്. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയുടെ ആദ്യ പൂർവ്വരൂപം. അപ്പോൾ ഇത്രയും ആളുകൾ വിശ്വാസത്തോടുകൂടി എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷേ ഇവരാരും ദൈവത്തെ കണ്ടിട്ടില്ല. വേറൊരാൾ പറയുന്നു ഈ പണ്ടാരത് ആരും കാണാത്ത ഒന്നിന് ഞാൻ എന്തിനു അംഗീകരിക്കുന്നു, ഞാനും കണ്ടിട്ടില്ല, മറ്റുള്ളവരും കണ്ടിട്ടില്ല, ദൈവം എന്നൊന്നില്ല എന്ന് നാസ്തികന്മാർ വിശ്വസിക്കുന്നു, അവരുടെ സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ സങ്കല്പത്തിലാണ് നിങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന ദൈവം. നിങ്ങൾ അതിനെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്കുള്ളതായിത്തീരും. അതിനെ ഇല്ലാന്ന് നിങ്ങൾ നിരാകരിച്ചാൽ നിങ്ങൾക്ക് അത് ഇല്ലാത്തതായിത്തീരും. ഉണ്ടെന്നാൽ അത് ഉണ്ട്, ഇല്ല എന്നാൽ അത് ഇല്ല. ഒരു പഴയ തമിഴ് പാട്ടാണ്. ഉള്ളം என்பது ആമൈ അല്വാ, ഉള്ളം என்பது ആമൈ அதில் உண்மை என்பது ஊமை
ചൊല്ലിൽ വരുവതു പാതി, നെഞ്ചിൽ തൂങ്ങിക്കിടപ്പത് നീതി. അങ്ങനെ ഒരു പാട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഊമയാണ്, അതിനൊന്നും അറിയില്ല, അന്ധകാരമാണ് അതിൻ്റെ ഉള്ളിൽ. ആ അജ്ഞത കലർന്ന ബുദ്ധി ദൈവത്തെ ഉണ്ടെന്ന് തീരുമാനിച്ചാൽ അതിന് ആ വ്യക്തിക്ക് ആ ദൈവമുണ്ട്. ഇല്ലെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇല്ല. യദ്ഭാവം തദ്ഭവതി. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഭാവനയിലുള്ള ദൈവം ഉള്ളതോ ഇല്ലാത്തതോ ആയിത്തീരും. ഇല്ല എന്ന് പറയുന്നവനും അതിനെ അനുഭവിച്ചിട്ടല്ല ഇല്ല എന്ന് പറയുന്നത്. ഉണ്ട് എന്ന് പറയുന്നവനും അതിനെ ഉണ്ടെന്ന് അനുഭവിച്ചിട്ടല്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരവരുടെ സങ്കല്പം, അവരവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അവരവരുടെ ഉള്ളിലുള്ള ചിത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് അവരവരുടെ അനുഭവം. അപ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ചിലർ, ഇല്ലെന്ന് വിശ്വസിക്കുന്നു പലർ. ഇതിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം ഉള്ളതായിത്തീരുന്നു, ഇല്ലെന്ന് തീരുമാനിക്കുന്നവർക്ക് ഇല്ലെന്ന് തീരുമാനിക്കുന്നവർക്ക് ദൈവം ഇല്ലാത്തതായിത്തീരുന്നു. യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ഭാവനയ്ക്കകത്ത് പെടുന്നതല്ല, ദൈവം നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തുള്ളതാണ്. അത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മാറുന്നില്ല. നമ്മൾ ഉണ്ടെന്ന് കരുതുമ്പോൾ അത് ഉള്ളതാവുന്നില്ല, നമ്മൾ ഇല്ല എന്ന് തീരുമാനിക്കുമ്പോൾ അത് ഇല്ലാതാവുന്നുമില്ല. നമ്മുടെ തീരുമാനത്തിന് ഉൾപ്പെടാത്തതാണ് യഥാർത്ഥത്തിൽ ഈശ്വരതത്വം. അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ മനുഷ്യൻ്റെ ഭാവനയിലുള്ള ദൈവമാണ്, അഥവാ ദൈവസങ്കല്പമാണ്, അല്ലെങ്കിൽ സങ്കല്പത്തിനകത്ത് പെടുന്ന ദൈവമാണ്. സങ്കല്പത്തിനകത്ത് പെടുന്ന ദൈവം സങ്കല്പം മറഞ്ഞാൽ ഇല്ലാതാവും, വീണ്ടും സങ്കല്പം പൊന്തിയാൽ ഉള്ളതാവുകയും ചെയ്യും. സങ്കല്പത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന ദൈവം സങ്കല്പങ്ങളുടെ വരവിനെയും പോക്കിനെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല. അത് സങ്കല്പങ്ങളുടെ വരവിനും പോക്കിനും സാക്ഷിയാണത്. അതിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ ആര് തീരുമാനിക്കും? മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഒന്നുണ്ടെന്നോ ഇല്ലെന്നോ തീരുമാനിക്കുന്നത്. ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ ബുദ്ധിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ നമ്മൾ എങ്ങനെ തീരുമാനിക്കും? നമ്മുടെ തീരുമാനത്തിന് അപ്പുറത്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ സ്ഥിതി. പക്ഷേ അതുള്ളതാണ്, അതുമാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ ഭ്രമമാണ്, ബുദ്ധിയുടെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സങ്കല്പമാണ്. യഥാർത്ഥ ഈശ്വരതത്വം ഭാവനയ്ക്കകത്ത് പെടുന്ന ഒന്നല്ല. അതിനെ നിങ്ങൾ ഉണ്ടെന്ന് കരുതിയാൽ അത് ഉള്ളതാവില്ല, ഇല്ലാത്തതാണെന്ന് കരുതിയാൽ ഇല്ലാതാവുകയുമില്ല. പക്ഷേ നിങ്ങൾ അതിനെ ഉണ്ടെന്ന് കരുതുമ്പോൾ നിങ്ങൾക്കത് ഉള്ളതുപോലെ തോന്നും, ഇല്ല എന്ന് തീരുമാനിച്ചാൽ അത് ഇല്ലാത്തതുപോലെയും അനുഭവപ്പെടും. ഇങ്ങനെ ഉള്ളതായും ഇല്ലാത്തതായും അനുഭവപ്പെടാൻ കഴിവുള്ള ഒന്നുണ്ട്, അതാണ് ശരിയായ ദൈവം. അതുള്ളതാണ്, സത്താണ്, ബ്രഹ്മം ഉള്ളതാണ്. അത് സങ്കല്പമല്ല, കെട്ടുകഥയല്ല, നമ്മുടെ ഭാവനകൾക്കകത്ത് പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് അതിനെ ഉണ്ട് എന്ന് വിശ്വസിച്ച് തന്നെ മുന്നേറണം. നമ്മുടെ ദുർഗാനന്ദ സ്വാമിയുടെ പേരിൽ 25,000 രൂപ ഒരാൾ ആവശ്യപ്പെട്ടു. സ്വാമിക്ക് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സ്വാമിക്ക് ഒരു 25,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു തട്ടിപ്പ് വീരൻ, ഈ ഓൺലൈൻ തട്ടിപ്പ് ഇപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, ജോലിയും കൂലിയും ഇല്ലാത്തവനാണ് ഇങ്ങനെ കുറുക്ക് വഴിയിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത്. നാളെ എൻ്റെ പേരിലും വരും. രമേഷ് സാറിന് എന്തോ ഒരു മാറാവ്യാധിയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അവരവരെ കൊണ്ട് പറ്റുന്നത് 5,000, 10,000, 20,000, 25,000 ഇന്ന അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം, അദ്ദേഹത്തിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും 10 പൈസ പോലും ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യരുത്. ഇതൊക്കെ പറഞ്ഞ് നാളെ ആൾക്കാരിറങ്ങും. എനിക്ക് പൈസ വേണമെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചോദിക്കില്ല. അങ്ങനെ
അങ്ങനെ പൈസയ്ക്ക് ആവശ്യമൊന്നും ഇല്ലയെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ തട്ടിപ്പിന് ഇരയാകരുത്. പലതരത്തിലാണ് തട്ടിപ്പ്. ഇവൻ്റെ ഈ വക്രബുദ്ധിയെ നേരായ വഴിയിൽ ഇവൻ തിരിച്ചു വിട്ടിരുന്നെങ്കിൽ ഇവൻ എന്നേ ബ്രഹ്മജ്ഞാനിയായി മാറിയേനെ. എന്തൊക്കെയാണ് ആൾക്കാർ കണ്ടുപിടിക്കുന്നതെന്നറിയാവോ? തട്ടിപ്പിനുള്ള മാർഗങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഈ എന്താ പറയുന്നത് ഈ മാധ്യമങ്ങളിലൂടെ വരുന്ന അഭ്യർത്ഥനകളൊന്നും നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നേരിട്ട് ചെന്ന് കൊടുക്കുക പൈസ. ആ വ്യക്തിയെ കണ്ടു കൊടുക്കുക. അതാണ് സേഫ്. ഏത് പുറ്റിൽ ഏത് പാമ്പാണെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഉള്ളിലൊരു പുറ്റുണ്ട്. അതാണ് മനസ്സ് എന്ന പേരിലുള്ള പുറ്റ്. മനസ്സാകുന്നത് അതൊരു മാളമോ ഇത് ദ്വാരമോ ഇത് ഈ എന്താ പറയുന്നത് അതിന് പൊത്താണ്. മനസ്സാകുന്ന പൊത്തിൽ ആണ് ഈ അഹങ്കാരമാകുന്ന പാമ്പ് കഴിയുന്നത്. ഈ പാമ്പ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഗംഭീരന്മാരാണ് തട്ടിപ്പിനിരയാകുന്നത്. ജഡ്ജിമാർ, പോലീസുകാർ, വക്കീൽ, ഡോക്ടർമാർ, ഇവരൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരൊക്കെ എങ്ങനെ ഈ തട്ടിപ്പിനിരയാകുന്നു എന്ന് പറഞ്ഞാൽ പണത്തിലുള്ള മോഹം. എത്രയും പെട്ടെന്ന് പണം ഇരട്ടിയാക്കണം, അല്ലെങ്കിൽ 3 ഇരട്ടിയാക്കണം, പണം വർദ്ധിക്കണം, കുറുക്ക് വഴിയിലൂടെ പൈസ ഉണ്ടാക്കണം. ഈ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഈ ഗംഭീരന്മാർ പോലും തട്ടിപ്പിനിരയാകുന്നത്. അപ്പം അതെന്തോ ആകട്ടെ, പറയണ്ടെന്ന് വിചാരിച്ചു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസം. അതെ. ഏവം സദസദ്വാദിനാം ചിദ്ഭാനാനുസാരേണ തഥാപി താരാചക്രം മഹീച തഥൈവ ഭവതി. നക്ഷത്രം ഉണ്ട്, ഭൂമിയുണ്ട് എന്നൊക്കെ ഓരോ വ്യക്തികളുടെയും ബുദ്ധി തീരുമാനിക്കുന്നത് കൊണ്ട് അവയൊക്കെ ഉള്ളതായി അനുഭവപ്പെടുന്നു. വാസ്തവത്തിൽ ഇതൊന്നും ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ല. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ബാക്കിയുള്ളത് നമുക്ക് നാളത്തേക്ക് മാറ്റാം. ആലോകാലോകമേവാധ നഭഖാതം തതോ മഹതേ തമയേകാർണവാകാരം സ്ഥിതം തത്ര ക്വചിത് ക്വചിതേ. ആലോകമേവാധ നഭഖാതം തതോ മഹത്. ഈ ആകാശം അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ അതൊരു മഹാഗർത്തമാണ്, പൊട്ടക്കുഴിയാണ്. കുഴിയുടെ ഉള്ളിൽ എന്തുണ്ട്? സ്പേസ്, ഒന്നുമില്ല. പൊള്ളയായ സ്ഥലം, അതിനെയാണ് കുഴി എന്ന് പറയുന്നത്. ഈ ആകാശത്തെക്കാളും വലിയ കുഴിയുണ്ടോ? മൊത്തം പൊള്ളയാണല്ലോ. അപ്പോൾ ഏറ്റവും വലിയ കുഴി ഏതാണ്? ആകാശം. ഘാതം എന്നുള്ള വാക്കിന് കുഴി എന്നാണ് അർത്ഥം. ഈ കുഴിയുടെ ഉള്ളിലാണ് ചില സ്ഥലങ്ങളിൽ ഇരുട്ടും ചില സ്ഥലങ്ങളിൽ പ്രകാശവും കാണപ്പെടുന്നത്. വെറും ഭ്രമം. സൂര്യൻ്റെ ലോകത്ത് ചെന്നാൽ എപ്പോഴും പ്രകാശം മാത്രം. അന്ധകാരം നിറഞ്ഞ മറ്റ് ലോകങ്ങളുണ്ട്, അവിടെ എപ്പോഴും ഇരുട്ട് മാത്രം. നരകത്തിൽ എപ്പോഴും ഇരുട്ട്, സ്വർഗലോകത്തിൽ എപ്പോഴും പ്രകാശം. നരകത്തിൽ എപ്പോഴും ആർത്തനാദവും നിലവിളിയും മാത്രം. സ്വർഗലോകത്തിൽ എപ്പോഴും പാട്ടും ഡാൻസും മാത്രം. സുന്ദരിമാരുടെ പാട്ടും ഡാൻസും ഒക്കെ കണ്ട് അങ്ങനെ സുഖമായിട്ട് അവിടെ കഴിയാം. ആലോകാലോകമേവാത നഭഖാതം തതോ മഹത്. ഒരു വലിയ കുഴിയാണ് ഈ ആകാശം. ആ കുഴിയുടെ ഉള്ളിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം. തമയേകാർണവാകാരം സ്ഥിതം തത്ര ക്വചിത് ക്വചിത്. ചില സ്ഥലങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം കാണാം ഈ കുഴിയുടെ ഉള്ളിൽ. ആകാശമാകുന്ന അല്ലെങ്കിൽ ശൂന്യാകാശമാകുന്ന കുഴിയുടെ ഉള്ളിൽ ചില സ്ഥലങ്ങളിൽ നല്ല പ്രകാശമാണ്, ചില സ്ഥലങ്ങളിൽ കട്ട പിടിച്ച ഇരുട്ടാണ്, ചില സ്ഥലങ്ങളിൽ ഇരുട്ടിൻ്റെ കടൽ കാണാം, ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്രകാശ സമുദ്രത്തെയും കാണാം. അതെന്തുകൊണ്ട്? എവിടെ തിരിഞ്ഞാലും പ്രകാശം. വേറെ ചില സ്ഥലങ്ങളിൽ കൂരിരുട്ട്, ഇരുൾ നിറഞ്ഞ ലോകങ്ങൾ, അന്ധകാരം നിറഞ്ഞ ലോകങ്ങൾ. തത്ര ക്വചിത് ക്വചിത്. ഈ മായയ്ക്ക് സാധിക്കാത്തതായി എന്തെങ്കിലും ഉണ്ടോ? ചില സ്ഥലങ്ങളിൽ പ്രകാശത്തെ ഉള്ളതുപോലെ അത് കാണിക്കും,
ചില സ്ഥലങ്ങളിൽ ഇരുട്ടിനെ ആയിരിക്കും അത് അനുഭവിപ്പിച്ചു തരിക. അജ്ഞാനികളായവർ ഈ ഇരുട്ടിനെയും പ്രകാശത്തെയും ഒക്കെ സത്യം എന്ന് കരുതി കഴിയുന്നു. വാസ്തവത്തിൽ ഇരുട്ടിനെയും പ്രകാശത്തെയും അതിക്രമിച്ച ഒരു തലമുണ്ട്. അത് പ്രകാശ തമസ്സുകൾക്ക് അപ്പുറമുള്ള ബോധതലമാണ്. വാസിഷ്ഠം ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞു, ന തേജോ ന തമസ്തതം തതസ്തിമിതഗംഭീരം ന തേജോ ന തമസ്തതം അനാഖ്യം അനഭിവ്യക്തം സത്കിഞ്ചിതിഹ ശിഷ്യത്തെ. നിങ്ങൾ പലതും ഉണ്ടെന്ന് കരുതുന്നു, അല്ലെങ്കിൽ നമ്മൾ പലതും ഉണ്ട്, സത്യമാണ് എന്ന് കരുതുന്നു. പക്ഷേ അതൊന്നുമല്ല സത്യം. തതസ്തിമിത ഗംഭീരം, മനസ്സ് അതിൻ്റെ സങ്കല്പങ്ങളെയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചു കഴിയുമ്പോൾ, സ്ഥിമിതം എന്ന് പറഞ്ഞാൽ നിശ്ചലം, നിശ്ചലവും ഗംഭീരവുമായ ഇടതൂർന്ന ഒരനുഭവം, ഒരു ആനന്ദ അനുഭവം കേവലമാണ്. അതിൽ നാനാത്വമില്ല. അനുഭവിക്കുന്നവൻ അനുഭവിക്കപ്പെടുന്നത് എന്നുള്ള ഭേദം പോലും അവിടെ ഇല്ല. അങ്ങനെയുള്ള നിശ്ചലവും ഗംഭീരവുമായ ഒരനുഭവം ഒരാൾ നേടുന്നു. അത് പ്രകാശമയമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രകാശമല്ല. ഇരുട്ടാണോ എന്ന് ചോദിച്ചാൽ ഇരുട്ടുമല്ല. ഈ രണ്ടല്ലേ നമ്മുടെ അനുഭവത്തിലുള്ളൂ, ഇരുട്ട് അല്ലെങ്കിൽ പ്രകാശം. പ്രകാശം ഇല്ല എങ്കിൽ അവിടെ ഇരുട്ടുണ്ടെന്നാണ് അർത്ഥം. ഇരുട്ടില്ല എങ്കിൽ പ്രകാശമുണ്ടെന്നാണ്. ഇത് ഇരുട്ടിനെയും പ്രകാശത്തെയും അതിക്രമിച്ച് നിൽക്കുന്ന ഒരു സദ്വസ്തുവിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ന തേജോ ന തമസ്തതം, തേജസ്സുമല്ല തമസ്സുമല്ല, വ്യാപിച്ചു കിടക്കുന്ന ഒരു ബോധാനുഭവം, അനന്തതയുടെ അനുഭവം. അതിൽ അറിയപ്പെടാൻ മറ്റൊന്നില്ല. എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് വിവരിച്ചു തന്നൂടെ? അതിൻ്റെ പേരെന്താണ്? ബ്രഹ്മം, ആത്മാവ്, ഈശ്വരൻ എന്നൊക്കെ പറയാമോ? അതൊക്കെ നമ്മൾ വെറുതെ കൽപ്പിച്ചതാണ്. അതിന് പേരില്ല. അനാഖ്യം, നെയിംലെസ് ട്രൂത്ത്, നെയിംലെസ് എക്സ്പീരിയൻസ്. അതിന് പേര് ഇതുവരെ ആരും നിർദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഋഷിമാർ അതിനെ സൂചിപ്പിക്കാനായി ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ, ദൈവം എന്നിങ്ങനെ പല പേരുകളും നൽകുന്നു. വാസ്തവത്തിൽ അതൊന്നും അതിൻ്റെ പേരല്ല. അനാഖ്യം, അനഭിവ്യക്തം. നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൊണ്ടൊന്നും അതിനെ അറിയാൻ സാധ്യമല്ല. നമ്മുടെ അറിവിന് വിഷയമാകുന്ന ഒന്നല്ല അത്. അനഭിവ്യക്തം, അത് വ്യക്തമാവുകയില്ല. അപ്പോൾ അത് അവ്യക്തമാണോ എന്ന് ചോദിച്ചാൽ അജ്ഞാനികൾക്ക് അവ്യക്തം, ജ്ഞാനികൾക്ക് സുവ്യക്തം. അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതുമാത്രമേ ഇവിടെയുള്ളൂ എന്ന്. അജ്ഞാനികൾക്ക് അതെന്താണെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. എത്ര രീതിയിൽ ഏതൊക്കെ കോണുകളിലൂടെ അതിനെ വിവരിച്ചാലും വർണ്ണിച്ചാലും അജ്ഞാനികൾക്ക് അതിനെക്കുറിച്ച് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അനാഖ്യം, അനഭിവ്യക്തം. അജ്ഞാനികളെ സംബന്ധിച്ച് അത് അവ്യക്തമായ ഒന്നാണ്. അവ്യക്തം എന്ന പോലെ അത് കാണപ്പെടുന്നു. പക്ഷേ അത് സത്താണ്, ഉണ്മയാണ്, നിലനിൽപ്പാണത്. അതുമാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊന്നും ഇവിടെ ഇല്ല. മറ്റുള്ളതൊക്കെ അത് സങ്കല്പത്തിലൂടെ അനുഭവിക്കുന്നതാണ്. സങ്കല്പങ്ങളെ ഉപേക്ഷിക്കൂ. സകല സങ്കല്പങ്ങളും ഉള്ളിൽ ഉപശമിച്ചാൽ ബാക്കി എന്തുണ്ടോ അത് ഈ സത്താണ്. അപ്പോഴാണ് നമുക്ക് ഈ സത്ത് എന്താണെന്ന് അറിയാൻ കഴിയുക. ബ്രഹ്മാനുഭവം എന്നർത്ഥം. അത് കേവലമായ അനുഭവമാണ്. കേവലമായ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ഇന്നേ വരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ലോകം, എന്തിന് മായയ്ക്ക് അപ്പുറത്തുള്ള ഒരനുഭവമാണ്. അതിനെ മായയെ താണ്ടിക്കടന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാത്ത ഏതോ ഒരു കടങ്കഥ പോലെ, എന്തോ ഒരു പുതിർ മർമ്മം, அப்படின்னு തമിഴ് ചൊല്ലൊരു മർമ്മം, അത് ഏതോ ഒരു രഹസ്യം പോലെ പിടികിട്ടാത്ത അല്ലെങ്കിൽ ഗൂഢതകൾ നിറഞ്ഞ എന്തോ ഒന്നായി ഈ ആത്മാവ് അജ്ഞാനികൾക്ക് അനുഭവപ്പെടുന്നില്ല. അജ്ഞാനികൾ അങ്ങനെ അതിനെ കരുതുന്നു. അവരുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് അതിനെ അല്പം പോലും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾക്ക് അത് അത്യന്തം ലളിതമാണ്,
അത് അവരുടെ ഉള്ളിൽ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തെ അവർ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും ജ്ഞാനിനെയും എൻ്റെ അനുഭവത്തിൽ പ്രകാശിക്കുന്ന ലോകത്തെയും എല്ലാറ്റിനെയും മൊത്തമായി പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമാണത്. അതാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത്. അത് തന്നെയാണ് പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളായും പ്രകാശിക്കുന്നത് എന്നുള്ള കാര്യം ജ്ഞാനികൾ വ്യക്തമായി അറിയുന്നു. അവർക്ക് ഉറപ്പ് വന്ന കാര്യത്തെയാണ് അവർ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് വേണ്ടി ഉപദേശിച്ചത്. അവർക്ക് അറിയാൻ പറ്റാത്ത ഒന്നിനെയല്ല, അവരുടെ ഭാവനയിലുള്ള ഒന്നിനെയല്ല അവർ ഗ്രന്ഥരൂപത്തിൽ മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വച്ചത്. അവർ വ്യക്തമായി അനുഭവിച്ച കാര്യത്തെ സ്വാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദാന്ത കൃതികളെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ ജ്ഞാനികളുടെ സ്വാനുഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ കഴിയാത്തത് കൊണ്ട് അവർക്കൊന്നും അറിയില്ല, അവരുടെ സങ്കല്പമാണ്, അവർക്ക് അങ്ങനെ തോന്നിയതാണ്, അവരുടെ വിഭ്രമമാണ് എന്നൊന്നും പറഞ്ഞ് ശാസ്ത്രത്തെയോ ജ്ഞാനികളെയോ മനുഷ്യർ ഒരിക്കലും പരിഹസിക്കരുത്. അതിനുള്ള അവകാശം അവർക്കില്ല. അത് പാപം ചെയ്തു കൂട്ടുന്നതാണ്. അങ്ങനെ ശാസ്ത്രനിന്ദയും ജ്ഞാനിനിന്ദയും മനുഷ്യർക്ക് മനുഷ്യർ ആ പാപത്തെ അവരെ നിന്ദിക്കുന്നതിലൂടെ പാപം സമ്പാദിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ അവരെ നിന്ദിക്കാൻ, അവരെ പുച്ഛിക്കാൻ, അവരുടെ അനുഭവം തെറ്റാണെന്ന് പറയാൻ നമുക്കെന്തവകാശം? നമ്മളതിനെ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ അനുഭവിച്ചാൽ നമ്മളും ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെയായിരിക്കും പറയുക. ഒരു സംശയവുമില്ല. അതുകൊണ്ട് ശാസ്ത്രങ്ങളോട് ആദരവ് തോന്നണം, ബഹുമാനം വേണം. അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. മുതിർന്നവരോട് നമ്മൾ ആദരവ് കാണിക്കുന്നത് പോലെ ഈ ശാസ്ത്രങ്ങളോടും ആചാര്യന്മാരോടും നമുക്ക് ആദരവുണ്ടായിരിക്കണം. അങ്ങനെ ആദരവുള്ളവർക്ക് മാത്രമേ ആത്മാനുഭവം നേടാൻ കഴിയൂ. ബാക്കിയുള്ളത് നമുക്ക് നാളെ കാണാം. നാളെയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ജൂണിലേ ഉള്ളൂ. സ്കൂൾ അടയ്ക്കും. നാളെ സ്കൂൾ അടയ്ക്കും.